നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഡിജിസ്ട്രാസ് അൽഗോരിതം ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ലാംഡ എസ് ഈക്വൽ ടു 0 ആൻഡ് ഫോർ ഓൾ അതർ വേർട്ടീസസ് ലാംഡ ഓഫ് വി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇപ്പം നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേർട്ടീസസ് എന്ന് പറയുന്നത് 7 ആണ്. ആക്ച്വലി ഇതിൽ എസ്സിൽ നിന്ന് ടി വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് എസ് 0യും ബാക്കി എല്ലാ വേർട്ടീസസും ഇൻഫിനിറ്റി ആക്കി നമ്മൾ എഴുതുന്നു. അതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ വേർട്ടെക്സ് ലെറ്റ് യു ബി എ വേർട്ടെക്സ് ഇൻ ടി ആൻഡ് ലാംഡ ഓഫ് യു ഈസ് മിനിമം ഇഫ് യു ഈക്വൽ ടു ടി സ്റ്റോപ്പ്. അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ എസ് നമ്മൾ കൂട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് എസ്സിൽ നിന്ന് എയിലേക്ക് പോകാനായിട്ടുള്ള വെയിറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അത് കഴിഞ്ഞ് എസ്സിൽ നിന്ന് ബിയിലേക്ക് പോകാനായിട്ടുള്ള വെയിറ്റ് തന്നിട്ടുള്ളത് 2 ആണ്. അതിനുശേഷം എസ്സിൽ നിന്ന് സിയിലേക്ക് പോകാനായിട്ടുള്ള വെയിറ്റ് 3 ആണ്. എസ്സിൽ നിന്ന് ഡിയിലേക്ക് വെയില്ല, അതുകൊണ്ട് നമ്മളത് ഇൻഫിനിറ്റി എന്നിട്ടു. എസ്സിൽ നിന്ന് ഇയിലേക്കും വെയില്ല, എസ്സിൽ നിന്ന് ടിയിലേക്കും വെയില്ല, അപ്പോൾ അത് ഇൻഫിനിറ്റി ഇട്ടു. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഫോർ എവറി എഡ്ജ് ഈക്വൽ ടു യു വി ഇൻസിഡൻറ്റ് വിത്ത് യു ഇഫ് വി ബിലോങ്സ് ടു ടി ആൻഡ് ലാംഡ ഓഫ് വി ഗ്രേറ്റർ ദാൻ ലാംഡ ഓഫ് യു പ്ലസ് ഡബ്ല്യു ഓഫ് യു വി ചേഞ്ച് വാല്യൂസ് ഓഫ് ലാംഡ ഓഫ് വി ടു ലാംഡ ഓഫ് യു പ്ലസ് ഡബ്ല്യു ഓഫ് യു വൈ. അതായത് ചേഞ്ച് ടി ഈക്വൽ ടു ടി മൈനസ് എച്ച് യു ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 2. അതായത് ഇതിൽ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറിയ വെയിറ്റ് ഏതാണെന്ന് നോക്കുക 2 ആണ്. അതുകൊണ്ട് നമ്മളിനി തേർഡ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ എസ്സും ബിയും ആണ് എടുക്കുന്നത്. സോ എസ്സും ബിയും നമ്മൾ വരയിടാണ്. അത് കഴിഞ്ഞ് എസ് ബി ആ വഴി എയിലേക്ക് പോകുമ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാവും എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ വെയിറ്റ് ആസ് 3 ആണ് വരിക. ആൻഡ് നെക്സ്റ്റ് ഈസ് എസ്സിൽ നിന്ന് ബിയിലേക്കുള്ള വഴി നമ്മൾ ഓൾറെഡി വരയിട്ടു. അത് കഴിഞ്ഞ് എസ്സിൽ നിന്ന് സിയിലേക്ക് എസ് ബി സി അങ്ങനെ സിയിലേക്ക് എത്തുന്ന വഴി എത്രയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ 2 + 3 5 ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള 3 ആണ്. അതുകൊണ്ട് നമ്മൾ ആ 3 തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എസ് ബി അതുവഴി ഡിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 + 2 4 ആണ്. അതിനുശേഷം എസ് ബി വഴി നമുക്ക് ഇയിലേക്ക് ഉള്ള പാത്ത് ഡയറക്റ്റ് ആയിട്ടില്ല, ടിയിലേക്കും ഉള്ള പാത്ത് ഡയറക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് രണ്ടും ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ഈ കിട്ടിയിരിക്കുന്ന വെയ്റ്റ്സിൽ ഏറ്റവും ചെറിയ വെയിറ്റ് ഏതാണെന്ന് നോക്കുക. അത് 3 ആണ്. അതായത് എയ്ക്കും ഉണ്ട് സിക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് എസ് ബി എ. അപ്പോൾ എയ്ക്ക് നമ്മൾ വഴിയിട്ടു. ഇനി എസ് ബി എ വഴി സിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള വാല്യൂ. സോ നമ്മൾ 3 തന്നെ ഇടുന്നു. ഡിയുടെ കേസിലും അത് തന്നെയാണ്. സോ 4 ഇൻഫിനിറ്റി. ഇപ്പോഴത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ 3 ആണ് ചെറിയ വാല്യൂ. സോ സി ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എസ് ബി എ സി ആ വഴി ഡിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനേക്കാളും ചെറുതാണ് ഓൾറെഡി ഉള്ള 4. ഇനി എസ് ബി എ സി ആ വഴി നമ്മൾ ഇയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ സം ആസ് 8 കിട്ടും. അതിനുശേഷം നമുക്ക് ടിയിലേക്ക് വഴി കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുന്നു. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ 4-നാണ്. അതുകൊണ്ട് നമ്മളിനി 4 ഡി കൂടെ യൂസ് ചെയ്തിട്ട് വരയ്ക്കും. അങ്ങനെ എസ് ബി സി ഡി അങ്ങനെ വീണ്ടും നമ്മൾ അടുത്തത് ഇയിലേക്ക് പോവാണ്. ഇയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 8 ആണ് ചെറുത്. അതിനുശേഷം ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 8 കിട്ടും. സോ നമ്മൾ ഫസ്റ്റത്തെ 8 ഇ എടുക്കും. അതും കൂടി എടുക്കുമ്പോൾ നമ്മൾ ടിയിലേക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ വെയിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിജിസ്ട്രാസ് അൽഗോരിതം വെച്ചിട്ട് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്.